നമസ്കാരം. കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ അലഹബാദ് ഹൈക്കോടതി കേന്ദ്രത്തിന് 4 ആഴ്ച സമയം നൽകി. രാഹുൽ ഗാന്ധിയുടെ ഭാവി ഇനി മോദിയുടെ കയ്യിൽ. BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കുന്നതിനായി ജസ്റ്റിസ് AR മസൂദി, അജയ് കുമാർ ശ്രീവാസ്തവ എന്നിവരടങ്ങുന്ന ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ച് ഏപ്രിൽ 21-ന് അടുത്ത വാദം കേൾക്കാൻ തീയതിയായി പ്രഖ്യാപിച്ചു. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ പൗരത്വം സംബന്ധിച്ച കേന്ദ്രം ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. സ്റ്റാറ്റസ് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്രം 8 ആഴ്ച സമയം ആവശ്യപ്പെട്ടിരുന്നു. 2019-ൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയ പരാതിയിൽ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് അധികാരികൾക്ക് സമർപ്പിച്ച രേഖകളിൽ താൻ ബ്രിട്ടീഷ് പൗരനാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് സ്വാമി ആരോപിച്ചു. ബ്രിട്ടീഷ് പാസ്പോർട്ട് കൈവശം വയ്ക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയും പൗരത്വ നിയമവും ലംഘിക്കുന്നതിന് തുല്യമാണെന്നും സ്വാമി വാദിച്ചു. രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വത്തെക്കുറിച്ച് വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് BJP നേതാവ് കോടതിയെ അറിയിച്ചു. എന്നാൽ അദ്ദേഹം മറുപടി നൽകിയിട്ടില്ല. സർക്കാർ തുടർ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. തുടർന്ന് സ്വാമിയുടെ ഹർജിയുടെയും മന്ത്രാലയത്തിന് സമർപ്പിച്ച നിവേദനത്തിന്റെയും സ്ഥിതി അറിയിക്കാൻ കോടതി കേന്ദ്രത്തിന്റെ അഭിഭാഷകനോട് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് റായ്ബേലി MP രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൗരത്വം സംബന്ധിച്ച ഹർജി പരിഗണിക്കാനിരിക്കുകയാണ് സർക്കാർ അലഹബാദ് ഹൈക്കോടതിയെ അറിയിച്ചതിന് മാസങ്ങൾക്ക് ശേഷമാണ് ഇത് സംഭവിച്ചത്. ഗാന്ധിജിയുടെ പൗരത്വത്തെക്കുറിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ട് അഭിഭാഷകനും BJP നേതാവുമായ വിഘ്നേഷ് ശിശിർ സമർപ്പിച്ച ഹർജി കോടതി പരിഗണിക്കുന്നതിനിടെയാണ് കേന്ദ്രത്തിന്റെ ഈ വാദം. VSS ശർമ്മ എന്ന മറ്റൊരു വ്യക്തി നേരത്തെ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി UK സർക്കാരിൽ നിന്ന് ലഭിച്ചതായി പറയപ്പെടുന്ന ഇമെയിലുകൾ ഉദ്ധരിച്ച് ഗാന്ധി ബ്രിട്ടീഷ് പൗരത്വം പുലർത്തിയിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്ന തെളിവുകളുണ്ടെന്ന് ഹർജിക്കാരൻ ആരോപിച്ചു. ഗാന്ധിജിയുടെ പൗരത്വത്തെക്കുറിച്ചുള്ള വിവരങ്ങൾക്കായി 2022-ൽ ശർമ്മ UK അധികൃതരെ ബന്ധപ്പെട്ടിരുന്നുവെന്ന് ഹർജിക്കാരൻ പറയുന്നു. UK സർക്കാർ ചില വിശദാംശങ്ങൾ സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുണ്ടെങ്കിലും ഡേറ്റ സംരക്ഷണ നിയമങ്ങളും ഗാന്ധി ഒപ്പിട്ട അധികാര കത്തിന്റെ അഭാവവും ചൂണ്ടിക്കാട്ടി പൂർണ്ണ വിവരങ്ങൾ വെളിപ്പെടുത്താൻ വിസമ്മതിച്ചു. രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ നിൽക്കണോ വേണ്ടയോ എന്ന് ഇനി മോദി തീരുമാനിക്കും. നമ്മൾ ആരാധിച്ച മഹാത്മാഗാന്ധിയും നമ്മളിൽ ചിലരെങ്കിലും രാഷ്ട്രീയ ദൈവമായി കാണുന്ന പപ്പുമോനും ഇപ്പോൾ വിദേശീയരാണെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇന്ത്യക്കാരല്ല, വിദേശികൾ. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.